നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ പച്ചയണിയിക്കാൻ കൊക്കെ ഡാം ജാപ്പനീസ് പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കാൻ ഒരുങ്ങി വിദ്യാർത്ഥികൾ. കേരളത്തിന് പുതിയ ഹരിതാഭയേകാൻ കൊക്കെ ഡാം എന്ന ജാപ്പനീസ് പദ്ധതി നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSS യൂണിറ്റുകളുടെ ഈ അധ്യയന വർഷത്തെ പ്രധാന പ്രവർത്തന പരിപാടികൾ ഒന്നാണിത്. എല്ലാ സ്കൂളുകളിലും കൊക്കെ ഡാം നിർമ്മിച്ച് അതിൽ ചെടികൾ നടണമെന്നാണ് നിർദ്ദേശം. ജലസംരക്ഷണവും വായു സംരക്ഷണവും പഠിക്കാൻ കുട്ടികൾക്ക് കൊക്കെ ഡാം സഹായകമാകുമെന്നാണ് NSS അധികൃതർ അഭിപ്രായപ്പെടുന്നത്. കൊക്കെ ഡാമിൽ നടുന്ന ചെടികൾ വീടുകളിലും മുറികളിലും വെക്കുന്നതോടെ അവിടുത്തെ വായു ശുദ്ധീകരിക്കപ്പെടും. കൊക്കെ എന്നാൽ പായലെന്നും ഡാമ എന്നാൽ പന്ത് എന്നുമാണ് ജാപ്പനീസ് ഭാഷയിൽ അർത്ഥം. മണ്ണ് കുഴച്ച് അത് പന്ത് പോലെ ഉരുട്ടിയെടുത്താണ് കൊക്കെ ഡാം ഉണ്ടാക്കുന്നത്. പന്തിന്റെ രൂപത്തിലാക്കിയ മണ്ണിന് മുകളിൽ നേർത്ത തുണി കൊണ്ട് പൊതിയും. അതിന് മുകളിൽ ചീന്തിയെടുത്ത പായൽ പൊതിഞ്ഞ് അത് നൂലിനാൽ തുന്നിയെടുത്താണ് കൊക്കെ ഡാം അഥവാ പായൽ പന്ത് ഉണ്ടാക്കുന്നത്. വീടുകളിൽ ചരടിൽ തൂക്കിയിട്ടോ നിലത്ത് വെച്ച് കൊക്കെ ഡാമുകൾ ചെടികൾ നടാനാകും. കൊക്കെ ഡാമിൽ ചെറിയ തോതിൽ വെള്ളം തളിച്ച് ചെടിയെ സംരക്ഷിക്കാനാകും. ഇത്തരത്തിൽ പായൽ പന്ത് നിർമ്മിക്കാൻ എല്ലാ സ്കൂളുകളിലെയും NSS യൂണിറ്റുകൾക്ക് പരിശീലനം നൽകി വരികയാണ്. NSS യൂണിറ്റുകളിൽ പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശത്തോടെ സംസ്ഥാനത്തെ 1600ഓളം സ്കൂളുകളിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഓരോ സ്കൂളിലെയും NSS യൂണിറ്റുകളിൽ 100 കുട്ടികൾ വീതം വോളണ്ടിയർമാരായാൽ 1.6 ലക്ഷം കുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാകും. ഓരോ കുട്ടിയും കുറഞ്ഞത് 10 കൊക്കെ ഡാം എങ്കിലും നിർമ്മിച്ചാൽ പോലും 16 ലക്ഷം പായൽ പന്തുകൾ കേരളത്തിൽ ഉണ്ടാകും. അതിലൂടെ അത്രയും തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള സാധ്യതയുമാണ് തെളിയുന്നതെന്ന് NSS കോർഡിനേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നു.